ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവർ നമസ്കാരം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ചന്ദ്രിക ദിനപത്രത്തിൽ ഇന്ന് ജൂലൈ 15 ചൊവ്വാഴ്ച വന്നിട്ടുള്ള ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടാണ്. ചന്ദ്രിക ദിനപത്രത്തിൽ അവസാന പേജിൽ പാഠമുദ്ര എന്ന പേജിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. വിമോചന സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മാഡിബ എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രപിതാവും ലോകത്താകമാനം വിമോചന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുകയും ചെയ്ത നെൽസൺ മണ്ടേലയുടെ 107ാമത് ജന്മദിനമാണ് ജൂലൈ 18. മണ്ടേല ദിനമായി ആചരിക്കുന്ന ഈ ദിനം മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ദിനം കൂടിയാണ്. പ്രിയപ്പെട്ട നെൽസൺ മണ്ടേലനെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു ലേഖനം. ഷാക്കിർ നോട്ടിക്കലാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. വർണ്ണവിവേചനത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച നെൽസൺ മണ്ടേലയുടെ കുടുംബ പേരാണ് മാഡിബ. നെൽസൺ എന്നത് സ്കൂൾ ടീച്ചർ നൽകിയ പേരും ഹെൻറി മണ്ടേല നോസ്കേനി ഫാനി ദമ്പതികളുടെ മകനായി 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിലെ ബാഷി നദീതീരത്തെ വെയ്സോ ഗ്രാമത്തിലായിരുന്നു മണ്ടേലയുടെ ജനനം. ബാല്യകാലത്തെ പേരാവട്ടെ റോവില്ലായ എന്നായിരുന്നു. തെമ്പു എന്ന ഗോത്രത്തിലെ ഒരു രാജകുടുംബത്തിലാണ് മണ്ടേല ജനിച്ചത്. ഫോർട്ട് ഫെയർ സർവകലാശാലയിലും വിറ്റ വാട്ടർ സ്ട്രാൻഡ് സർവകലാശാലയുമായി നിയമപഠനം പൂർത്തിയാക്കി. ജോഹന്നാബർഗിൽ താമസിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ സാമ്രാജ്യത്വ വിരുദ്ധ രാഷ്ട്രീയത്തിൽ തൽപരനായിരുന്നു അദ്ദേഹം. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തിയത്. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അച്ഛൻ എന്നർത്ഥമുള്ള ടാറ്റ എന്ന പേരിലായിരുന്നു ദക്ഷിണാഫ്രിക്കൻ ജനത തങ്ങളുടെ നേതാവിനെ വിശേഷിപ്പിച്ചത്. ദക്ഷിണാഫ്രിക്കയുടെ ഗാന്ധി എന്നറിയപ്പെടുന്ന മണ്ടേലയ്ക്ക് 1993 സമാധാനത്തിലുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്നത്. മണ്ടേലയെ മോചിപ്പിച്ച ഫ്രെഡറിക് ഡി ക്ലർക്കിനൊപ്പമാണ് അദ്ദേഹം നോബൽ സമ്മാനം പങ്കിട്ടത്. ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം 1990 മണ്ടേലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പുരസ്കാരം ലഭിക്കുന്ന ഇന്ത്യക്കാരനല്ലാത്ത രണ്ടാമത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര ധാരണക്കുള്ള 1979 നെഹ്റു അവാർഡും അദ്ദേഹം നേടി. 1992 പാകിസ്ഥാനിലെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ നിഷാൻ ഇ പാകിസ്ഥാനും മണ്ടേലയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ലോക നേതാവിലേക്ക് അദ്ദേഹത്തിൻ്റെ ഉയർച്ച 1990 മെയ് ദക്ഷിണാഫ്രിക്കയിലെ വിവേചനത്തിനു വേണ്ടി വിരാമമിടാൻ സർക്കാരുമായി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ചർച്ചകൾ പുനരാരംഭിച്ചു. ചർച്ചകൾ സുഗമമായി തീരാൻ മണ്ടേല ANC-യുടെ ഭാഗത്തു നിന്നും ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ANC-യെ ഒരു സംഘടിത ശക്തിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് പിന്നീടുള്ള കാലങ്ങളിൽ മണ്ടേല നടത്തിയത്. തീവ്ര ചിന്തകളിൽ നിന്നും മിതവാദിയായ ഒരു ലോക നേതാവിലേക്കുള്ള മാറ്റമാണ് മണ്ടേലയിൽ രാഷ്ട്രീയ നിരീക്ഷകർ ദർശിച്ചത്. 1991 നടന്ന ANC സമ്മേളനത്തിൽ മണ്ടേലയെ വീണ്ടും ദക്ഷിണാഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രസിഡൻ്റ് പദവിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി നടത്തിയ ആദ്യത്തെ ജനാധിപത്യ തിരഞ്ഞെടുപ്പ് 1994 ഏപ്രിൽ 27 നടന്നു. ANC 62% വോട്ടുകൾ നേടുകയും 1994 മെയ് 10 മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ
ആദ്യത്തെ കറുത്ത വർഗ്ഗക്കാരനായ പ്രസിഡൻ്റാവുകയും ചെയ്തു. ആഫ്രിക്കൻ നാഷണൽ പാർട്ടിക്ക് ഭരണത്തിൽ മുൻപരിചയം ഉണ്ടായിരുന്നില്ലെങ്കിലും നാഷണൽ പാർട്ടിയിലെ അംഗങ്ങൾ പുതിയ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു എന്നത് മണ്ടേലയ്ക്ക് സഹായകരമായിരുന്നു. ഡി ക്ലാർക്ക് ആദ്യത്തെ ഡെപ്യൂട്ടി പ്രസിഡൻ്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. മണ്ടേലയുടെ സായുധ സമരത്തെക്കുറിച്ച് അഹിംസാ സമരം വിജയിക്കുന്നില്ലെന്നും ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലും അക്രമവും വർദ്ധിക്കുകയാണെന്നും കണ്ട മണ്ടേല സായുധ സമരത്തിലേക്കിറങ്ങി. മണ്ടേല 1961 MK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ANC-യുടെ സായുധ വിഭാഗമായ ഓംകോണ്ട വിശ്വേശ്വരയ്യയുടെ തലവനായി സൈന്യത്തിനും ഗവൺമെൻറ്റിനുമെതിരെ അട്ടിമറി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ഭാവിയിൽ ഗറില്ല യുദ്ധം നടത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്തു. അദ്ദേഹം കാരാഗ്രഹത്തിൽ എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ഒരു പാരഗ്രാഫ്, 17 മാസം ഒളിവിൽ കഴിഞ്ഞ മണ്ടേല 1962 ഓഗസ്റ്റ് 5 അറസ്റ്റ് ചെയ്യപ്പെടുകയും ജോഹന്നാസ്ബർഗ് കോട്ടയിൽ തടവിലടക്കപ്പെടുകയും ചെയ്തു. 1961 സമരത്തിന് ആഹ്വാനം നൽകിയതും രാജ്യം വിട്ടതുമായിരുന്നു കുറ്റം. 1962 ഒക്ടോബർ 25 മണ്ടേലയെ 5 വർഷം തടവിലാക്കാൻ കോടതി വിധിച്ചു. 1964 ജൂൺ 12 ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് കോടതി ഉത്തരവിട്ടു. ഇക്കാലത്തെ യൂണിവേഴ്സിറ്റി ഓഫ് വിദൂര പരിപാടിയിലൂടെ ബാച്ചിലർ ഓഫ് ലോ അദ്ദേഹം കരസ്ഥമാക്കി. യുഗാന്ത്യം എന്ന തലക്കെട്ടിലുള്ള ഒരു പാരഗ്രാഫ് 1994 ഡിസംബറിൽ മണ്ടേലയുടെ ആത്മകഥ ലോങ് വാക്ക് ടു ഫ്രീഡം പ്രസിദ്ധീകരിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനതയെ മുന്നിൽ എത്തിക്കാനുള്ള പരിശ്രമവും രാജ്യത്തെ ഭീകരമായി ബാധിക്കുന്ന എയ്ഡ്സ് നിയന്ത്രണവും അദ്ദേഹത്തിൻ്റെ ജോലി ദുഷ്കരമാക്കി. ജയിൽവാസ കാലത്ത് പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു മണ്ടേല. അനാരോഗ്യം കാരണം 2004 പൊതുജീവിതത്തിൽ നിന്നും പിന്മാറി. 2013 ഡിസംബർ 5 അദ്ദേഹം അന്തരിച്ചു. ഡിസംബർ 10 സെവറ്റിയയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ 91 രാഷ്ട്രത്തലവന്മാർ പങ്കെടുത്തു. പ്രിയപ്പെട്ട മുൻ ദക്ഷിണാഫ്രിക്കൻ രാഷ്ട്രപിതാവും ലോകത്താകമാനം വിമോചന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുകയും ചെയ്ത നെൽസൺ മണ്ടേലയുടെ 107ാമത് ജന്മദിനമാണ് ഈ വരാൻ പോകുന്ന ജൂലൈ 18. മണ്ടേല ദിനമായി ആചരിക്കുന്ന ഈ ദിനം മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ദിനം കൂടിയാണ് എന്ന കൃത്യമായ ഒരു വാഗ്ദാനണി ഉച്ചരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചന്ദ്രികയിൽ വന്നിട്ടുള്ള ഷക്കീർ നോട്ടിക്കലിൻ്റെ അദ്ദേഹത്തിൻ്റെ ലേഖനമാണ് വിമോചന സ്വപ്നങ്ങൾക്ക് കരുത്തേകിയ മാഡിബ എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട നെൽസൺ മണ്ടേലയെക്കുറിച്ചുള്ള ഈ ഒരു ഫീച്ചർ. കൃത്യമായി തന്നെ നമുക്ക് അറിയേണ്ട ചരിത്രങ്ങൾ ആണ് എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലേഖനം നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. ഇതുപോലുള്ള ചരിത്രങ്ങൾ ഉറങ്ങുന്ന കഥകളുമായി അതോടൊപ്പം തന്നെ വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും ഞാൻ എത്തും. അതുപോലെ തന്നെ മുൻകഴിഞ്ഞ മഹാരഥന്മാരെ അനുസ്മരിക്കുന്ന വിഷയങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും ഞാൻ എത്തും. എൻ്റെ വീഡിയോ നിങ്ങൾ കാണാനും ഇതുപോലുള്ള നമ്മൾ ഈ പത്രത്താളുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ ഈ സോഷ്യൽ മാധ്യമങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ പത്രമാധ്യമങ്ങൾ കൂടി നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് വായിച്ചെടുത്തുകൊണ്ട് പത്രത്താളുകൾ കൂടി നമ്മൾ ഒന്ന് കണ്ടെത്തി അവയിൽ നിന്നുള്ള വാർത്തകളും മറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ ഇതുപോലുള്ള മുൻകഴിഞ്ഞ മഹാരഥന്മാരായ നേതാക്കളെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിനും ജനറൽ നോളേജ് കരസ്ഥമാക്കുന്നതിനുമൊക്കെ മുന്നോട്ട് വരണമെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്
അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ഇതുപോലുള്ള ചരിത്രങ്ങൾ, അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രാധാന്യ വിഷയങ്ങൾ, മറ്റ് അനുസ്മരണങ്ങൾ അതൊക്കെയുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തും. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക, അതോടൊപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കാണാനും നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പര്യവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.